ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ലോഗ്. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ജ്യൂസ് തയ്യാറാക്കി നോക്കാം. ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയിൽ കഴുകിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആപ്പിളിൻ്റെ തോലൊന്നും കളയാതെ തന്നെയാണ് ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ആപ്പിളിൻ്റെ കുരു നീക്കം ചെയ്യാം. ആദ്യമായി വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം. ആപ്പിൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ നോമ്പുകാലത്തൊക്കെ ഇതുപോലെയുള്ള ജ്യൂസുകളൊക്കെ നമ്മുടെ ശരീരത്തിന് ഉണർവും ഉന്മേഷവും നൽകും. ആപ്പിളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരു മടിയും കൂടാതെ അവർ കഴിക്കും. ആപ്പിൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് അതിൻ്റെ കുരു പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒന്നാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പഴമാണ്. ഞാനിവിടെ പൂവമ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി നമുക്ക് ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നോമ്പ് തുറന്നതിന് ശേഷം ഇതുപോലെയുള്ള ജ്യൂസൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിശപ്പും ദാഹവും ക്ഷീണവുമെല്ലാം മാറിക്കിട്ടും. പഴം ചേർത്തതിന് ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാലോ അല്ലെങ്കിൽ പാൽപ്പൊടിയോ ആണ്. ഞാനിവിടെ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഭക്ഷണക്രമത്തിൽ ആപ്പിൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. എപ്പോഴും വിശക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ ആപ്പിൾ കഴിക്കുന്നത് വഴി ദീർഘനേരത്തേക്ക് വയർ നിറഞ്ഞതായി ഇരിക്കാൻ സഹായിക്കും. ഇനി കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബൂസ്റ്റ് കൂടി ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് കൂടിയാണ് ഇത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഡ്രിങ്ക്സിൻ്റെ വീഡിയോസൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക. ദിവസവും ഒരാപ്പിൾ വെച്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും. ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് ആപ്പിൾ. പ്രമേഹം മുതൽ പല രോഗങ്ങളും തടയാൻ ആപ്പിൾ സഹായിക്കുന്നു. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് ബൂസ്റ്റ് പൊടി വിതറി കൊടുത്താൽ മതി. കൊളസ്ട്രോൾ കുറയ്ക്കാൻ ആപ്പിൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ആപ്പിളിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് അത് വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കും. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.